CPI നേതാക്കൾ ആദർശത്തിന്റെ കാര്യത്തിൽ എല്ലാ കാലത്തും പൊതുപ്രവർത്തകർക്ക് മാതൃകയായിരുന്നു. ആഡംബര ജീവിതത്തോട് എന്നും അകലം പാലിച്ചിട്ടുണ്ട് എന്നായിരുന്നു പ്രസംഗങ്ങളിൽ ഘോരഘോരം പറയുന്നത്. ഇപ്പോഴത്തെ പാർട്ടി ആസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുണ്ടുമുറുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് CPI. പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ യാത്രകളടക്കം നിയന്ത്രിച്ചും ഭക്ഷണ ചെലവുകൾ കുറച്ചുമാണ് CPI മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാവുന്നത്. CPI ഇടതു സർക്കാരിൽ രണ്ടാമത്തെ കക്ഷിയാണ്. 4 മന്ത്രിമാരുണ്ട് പാർട്ടിക്ക്. വേണമെങ്കിൽ കുറച്ച് ആഡംബരമൊക്കെ ആകാം. പക്ഷേ ആസ്ഥാന മന്ദിരത്തിന്റെ ഉൾപ്പെടെ നിർമ്മാണത്തോടെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കി പാർട്ടി മുണ്ടുമുറുക്കിക്കൊണ്ട് പ്രതിസന്ധിയിലായി. 10 കോടിയുടെ ബാധ്യതയാണ് തിരുവനന്തപുരത്ത് MN സ്മാരകത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിലെ CK ചന്ദ്രപ്പൻ സ്മാരക നിർമ്മാണത്തിന് 14 കോടിയുമാണ് ചെലവായത്. ഇതോടെ പാർട്ടി കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായി. പാർട്ടിക്കുണ്ടായ വൻ ബാധ്യതകൾ ചെലവ് ചുരുക്കലിലൂടെ പരിഹരിക്കാനാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ തീരുമാനം. പുതുക്കിപ്പണിത സംസ്ഥാന കമ്മിറ്റി ഓഫീസായ MN സ്മാരക മന്ദിരത്തിൽ 10 മുറികളാണുള്ളത്. ഇതിൽ 8 മുറികളും ദിവസ വാടകയ്ക്കാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. മുതിർന്ന അംഗമായ പന്ന്യൻ രവീന്ദ്രനും ഓഫീസ് സെക്രട്ടറിക്കും മാത്രമാണ് സൗജന്യമായ മുറികൾ. സംസ്ഥാന സെക്രട്ടറിക്ക് 1 മുറി ഉപയോഗിക്കാമെങ്കിലും ബിനോയ് വിശ്വം മകളുടെ വീട്ടിലാണ് താമസം.